ഡിയർ ഫ്രണ്ട്സ്, ഇത് മലയാളം പ്രണയകഥകളാണ്. ഈ കഥയുടെ ആദ്യ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് വരാൻ മറക്കരുതേ. കാരണം ഇന്നത്തെ ഭാഗം അതിൻ്റെ തുടർച്ചയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കഥ തുടങ്ങാം. ദേ അത് കണ്ടോ, അതാ സുഭദ്രാമ്മയുടെ ഗാർഡൻ. ഈ ലോകത്തുള്ള സകലമാനം ചെടികളും അവിടെ കാണും. ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടക്കവേ വീടിൻ്റെ ഇടത് സൈഡിലായി വലിയൊരു കൂടാരം പോലെ തീർത്ത ഗാർഡൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സരസ്വതിയമ്മ പറഞ്ഞു. യാമി കുഞ്ഞൊരു ചിരിയോടെ അങ്ങോട്ടേക്ക് നോക്കി. ഇത്തിരി ഗൗരവമാണെന്ന് ആദ്യം തോന്നുമെങ്കിലും നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ് സുഭദ്രാമ്മയ്ക്ക്, പ്രത്യേകിച്ച് കുറച്ച് അടുപ്പമുള്ളവരോട്. പുറമേന്ന് നോക്കുന്നവർക്ക് ആദ്യം ആ തോന്നലൊന്നും ഉണ്ടാകില്ല. കാരണം ഇത്തിരി കനം പിടിച്ച മുഖമാണ് എപ്പോഴും. പിന്നെ ചന്ദ്രശേഖരൻ സാറിൻ്റെ ഭാര്യയാകുമ്പോൾ ഇത്തിരി കനമൊക്കെ മോന്തയ്ക്ക് വേണമെന്ന് ഞാൻ എപ്പോഴും പറയും. മോള് കണ്ടില്ലേ, സാറിന് ഈ പ്രായത്തിലും എന്തൊരു തലയെടുപ്പാ. ശ്രദ്ധിച്ചില്ലേ, ഈ നാട്ടുകാർക്ക് മുഴുവൻ എന്ത് മര്യാദയാണെന്നറിയും ഈ വീട്ടിലുള്ളവരോട്. എന്തിനേറെ ഇവിടുത്തെ ജോലിക്കാരിയായ എനിക്ക് വരെ കിട്ടും ആ ഒരു ഗമ. ശേഖരൻ സാറിനും സുഭദ്രാമ്മയ്ക്കും 4 മക്കളാ. സത്യത്തിൽ 3 എണ്ണമേ അവരുടെ സ്വന്തമുള്ളൂ. 3 ആൺമക്കളിൽ ഒരാൾ ശേഖരൻ സാറിൻ്റെ പെങ്ങളുടേതാണെന്നൊരു രഹസ്യമുണ്ട്. പക്ഷേ അത് അനുമോനാണോ രുദ്രനാണോ അതിനി അഭിമോനാണോ എന്നത് സാറിനും സുഭദ്രാമ്മയ്ക്കും മാത്രമേ അറിയൂ. പക്ഷേ എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെയുണ്ട്. വൈകാതെ ഞാനത് കണ്ടുപിടിക്കും, നോക്കിക്കോ. സംസാര വിഷയം മാറിയതും സരസ്വതിയമ്മ കണ്ണു ചുരുക്കിയൊരു കൂർമ്മ ബുദ്ധിയോടെ പറഞ്ഞു. യാമി എല്ലാം കേട്ട് കൂടെ നടന്നു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഒരാൾക്കു പോലും തിരിച്ചറിയാത്ത വിധം സഹോദരിയുടെ കുഞ്ഞിനെയും കൂടെ തങ്ങളുടെ മക്കളോടൊപ്പം അവരിൽ ഒരാളായി അവരുടെ മകൻ തന്നെയായി ഇത്രയും കാലം വളർത്തിയ ആ അച്ഛനോടും അമ്മയോടും വല്ലാത്ത ആരാധനയാണ് അവൾക്ക് തോന്നിയത്. അനിയും അഭിമോനും പാവങ്ങളാ കേട്ടോ. പക്ഷെ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലൊരുത്തനുണ്ട്, രുദ്രൻ. തൊട്ടത് പറഞ്ഞ അനുസരിക്കാത്തവൻ, തലയ്ക്ക് ചുറ്റും നാവ. ഈ വീടിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ ഒറ്റൊരുത്തനായിരിക്കും. സാറിൻ്റെ വില കളയുന്നതേ അവനാ. സത്യം പറയാലോ, എനിക്ക് കണ്ണെടുത്ത കണ്ടുടാ. എന്നും സാറിന് അവനെ ഉപദേശിക്കാനേ നേരുള്ളൂ. പക്ഷേ സുഭദ്രാമ്മയുടെ കരളിൻ്റെ കഷ്ണമാണ്. കാർപോർച്ചിൻ്റെ സൈഡിലുള്ള ഡോർബെൽ ഞെക്കിക്കൊണ്ട് സരസ്വതിയമ്മ പറഞ്ഞു നിർത്തി. ചിറക്കൽ വീട്ടിലെ ഒരുവിധം വിശേഷങ്ങളൊക്കെ യാമയ്ക്ക് ഇപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി. നമുക്കിനി പ്രായത്തിനൊത്ത ആരുടെയെങ്കിലും മിണ്ടണം പറയണം എന്നൊക്കെയാണെങ്കിൽ ഇവിടെ കുഞ്ഞോള് മാത്രമേ ഉള്ളൂ. പക്ഷെ മിണ്ടുന്ന കാര്യം സംശയമാണ് കേട്ടോ. അതങ്ങനെ ആരോടും വലുതായി മിണ്ടുകയും ചിരിക്കുകയും ഒന്നും ചെയ്യില്ല. അതിൻ്റെ മനസ്സ് മുഴുവൻ സങ്കടമാണ്. അല്ലേ പിന്നെ അനിമോനും തീർത്ഥമോളും ഇങ്ങ് വരണം, വരാറായിട്ടുണ്ട്. സരസ്വതിയമ്മ പറഞ്ഞു നിർത്തിയതും ആ വീടിൻ്റെ മുൻവാതിൽ മലർക്കെ തുറന്നിരുന്നു. സരസ്വതിയമ്മയെ നോക്കി നിന്ന യാമി പൊടുന്നനെ അങ്ങോട്ടേക്ക് നോക്കി. 10-24 വയസ്സ് വരുന്നൊരു പെൺകുട്ടിയാണ് അവർക്ക് വാതിൽ തുറന്നു കൊടുത്തത്. ഇളം നീല നിറത്തിലുള്ള ഒരു കോട്ടൺ ചുരിദാറാണ് അവളുടെ വേഷം. ഇതായിരിക്കും സരസ്വതിയമ്മ പറഞ്ഞ കുഞ്ഞോളെന്ന് യാമിക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം അത്രമേൽ പതുങ്ങിയൊരു ഭാവമാണ് അവൾക്ക്. കുഞ്ഞോളായിരുന്നോ? സരസ്വതിയമ്മ ആ പെൺകുട്ടിയെ നോക്കി ഒരു ചിരിയോടെ അകത്തേക്ക് കയറി. യാമി പക്ഷേ തെല്ലൊരു മടിയോടെ പുറത്ത് തന്നെ നിന്നു. അതാരാ? സരസ്വതിയമ്മയെ നോക്കി നനുത്തൊരു ചിരിയോടെ യാമിയെ കണ്ണ് കാണിച്ചുകൊണ്ട് ആ പെൺകുട്ടി ചോദിച്ചതും സരസ്വതിയമ്മയും യാമിയെ തിരിഞ്ഞു നോക്കി. അവിടെ നിൽക്കാതെ ഇങ്ങ് വാ മോളെ. സരസ്വതിയമ്മ ചിരിയോടെ യാമിയെ അകത്തേക്ക് വിളിച്ചു. യാമിയുടെ കണ്ണുകൾ ഇപ്പോഴും ആ പെൺകുട്ടിയിലാണ്. അവളെ തന്നെ നോക്കിക്കൊണ്ടവൾ മെല്ലെ അകത്തേക്ക് കയറി. ഇതാണ് സരസ്വതി, ശേഖരേട്ടൻ വിളിച്ചു പറഞ്ഞ പെൺകുട്ടി. പെട്ടെന്നാണ് അകത്തു നിന്നും ഇത്തിരി ഊർജ്ജസ്വരമായ ഒരു സ്ത്രീ ശബ്ദം കേട്ടത്. വാതിലിൻ്റെ മറവിൽ നിന്നും പൂമുഖത്തേക്ക് നടന്നു വരുന്ന ആ സ്ത്രീ രൂപത്തെ യാമി കണ്ണെടുക്കാതെ നോക്കി നിന്നു. പച്ചയിൽ സ്വർണ്ണ കസവുള്ള ഒരു പട്ടുസാരിയാണ് അവരുടെ വേഷം. കയ്യിൽ കഴുത്തിലുമെല്ലാം ഉള്ള സ്വർണ്ണാഭരണങ്ങൾ അവരുടെ സാമ്പത്തിക സ്ഥിതി മികച്ചതാണെന്ന് എടുത്തു പറയുന്നുണ്ട്. സരസ്വതിയമ്മ പറഞ്ഞ പോലെ ഒറ്റ നോക്കിൽ ഇത്തിരി ഗൗരവം ഉള്ളയാളാണെന്ന് തോന്നും. ആദ്യ സുഭദ്രാമ്മേ, സാറ് വിളിച്ചിരുന്നോ ഇങ്ങോട്ട്? സരസ്വതിയമ്മ യാമിയെ നോക്കി ഒരു ചിരിയോടെ സുഭദ്രാമ്മയോട് ചോദിച്ചു. വിളിച്ചു. സുഭദ്രാമ്മ മെല്ലെ ഒന്ന് ചിരിച്ചു. ആരാ അമ്മേ? കുഞ്ഞോളൊരു നേർത്ത ചിരിയോടെ അമ്മയെ നോക്കി. അച്ഛൻ്റെ ഏതോ ഒരു പരിചയക്കാരൻ്റെ മകളാണ്. എന്തോ കാര്യത്തിന് വേണ്ടി ഇങ്ങ് വന്നതാ. കുറച്ച് ദിവസം ഇവിടെ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അവസാനം ചോദ്യോത്തരങ്ങളൊന്നും വേണ്ടെന്നും പറഞ്ഞു. സുഭദ്രാമ്മ ഒരു ചിരിയോടെ കുഞ്ഞോളെ നോക്കി കാര്യങ്ങൾ പറഞ്ഞു.
സരസ്വതി അമ്മയുടെ കണ്ണുകൾ യാമിയെ ഒന്ന് നോക്കി മെല്ലെ കണ്ണ് ചിമ്മി. വാ കുട്ടി, അകത്തേക്ക് വരൂ. എന്താ പേര്? സുഭദ്രാമ്മ യാമിയെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ക്ഷണിച്ചു. യാമി എന്നാ? സുഭദ്രാമ്മേ, പാവം കുട്ടിയാ. യാമിക്ക് പകരം സരസ്വതിയമ്മ മറുപടി പറഞ്ഞു. ആ, നിങ്ങൾ രണ്ടാളും അപ്പോൾ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞില്ലേ കുഞ്ഞോളെ? നീ കുട്ടിക്ക് നിന്റെ റൂമിനടുത്തുള്ള റൂം കാണിച്ചു കൊടുക്ക്. ആ റൂം എടുത്തോട്ടെ അല്ലേ സരസ്വതി? സുഭദ്രാമ്മ യാമിയെ ഒന്ന് നോക്കി കുഞ്ഞോളോട് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മയോട് ഒരു ചോദ്യത്തോടെ അകത്തേക്ക് തന്നെ നടന്നു. വാ. യാമിയെ നോക്കി കുഞ്ഞോളൊരു പുഞ്ചിരിയോടെ അകത്തേക്ക് നടന്നു. അത് മതി സുഭദ്രാമ്മേ, പക്ഷേ അത് അനിമോൻ്റെ റൂമല്ലേ, അവർ വരാറായതല്ലേ, അപ്പോൾ അത് പറ്റുമോ? സരസ്വതി അമ്മ യാമിയുടെ കൈ പിടിച്ച് അവർക്ക് പിന്നാലെ അകത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. അതേസമയം യാമിയുടെ കണ്ണുകൾ വിശാലമായ ആ വീടിനകം നോക്കി കാണുകയായിരുന്നു. പുറത്തുനിന്ന് കാണുന്നതിനേക്കാൾ വലിപ്പമാണ് വീടിനകം. ഹാളിലേക്ക് കയറിയ പാടെ കണ്ണുകൾ ചെന്നെത്തുന്നത് ഒരു വലിയ ഫാമിലി ഫോട്ടോയിൽ പതിപ്പിച്ച ഭിത്തിയിലേക്കാണ്. യാമി നിൽക്കുന്നതിൽ നിന്നും ഇത്തിരി ദൂരെയാണ് ആ ഭിത്തി. അതുകൊണ്ട് തന്നെ അതിലുള്ള എല്ലാവരുടെയും മുഖം വ്യക്തമല്ല. പക്ഷേ സുഭദ്രാമ്മയെയും ശേഖരനെയും കുഞ്ഞോളെയും യാമിക്ക് മനസ്സിലായി. ബാക്കിയുള്ളത് 3 ആൺകുട്ടികളാണ്. വാതിൽ തുറന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ സൂര്യവെളിച്ചം ആ ഫോട്ടോയുടെ ഗ്ലാസ്സിൽ പതിഞ്ഞ് മറ്റു മുഖങ്ങൾ വ്യക്തമാകാത്ത വിധം കണ്ണിലേക്ക് പ്രകാശമടിച്ചു. വാ, അവിടെ മുകളിലാ റൂം. ഫോട്ടോയിൽ നോക്കി നിന്ന യാമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുഞ്ഞോള് വിളിച്ചതും യാമി കുഞ്ഞൊരു ഞെട്ടലോടെ അവളെ നോക്കി. പിന്നെ ചെറുചിരിയോടെ നിൽക്കുന്ന കുഞ്ഞോളെ നോക്കി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. കുഞ്ഞോളെ കൂടെ റൂമിലേക്ക് ചെല്ലു കേട്ട മോളെ. ഞാൻ ഇവിടെ ദേ ഈ റൂമിൽ കാണും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങ് വന്നാൽ മതി. സരസ്വതി അമ്മ യാമിയെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. യാമി മെല്ലെ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് മെല്ലെ കുഞ്ഞോൾക്കൊപ്പം മുകളിലത്തെ നിലയിലേക്ക് നടന്നു. യാമി പഠിക്കുകയാണോ? പടികൾ കയറി കുഞ്ഞോൾ തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു. ഡിഗ്രി കഴിഞ്ഞു, യാമി മെല്ലെ പറഞ്ഞു. ദാ ഇതാ യാമിയുടെ റൂം. ബെഡ്ഷീറ്റെല്ലാം മാറി വിരിച്ചതാ. യാമിക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ചേഞ്ച് ചെയ്തോ. മാറി വിരിക്കാനുള്ള ബെഡ്ഷീറ്റ് കബോർഡിൽ കാണും. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോടോ സരസ്വതി അമ്മയോടോ പറഞ്ഞാൽ മതി. യാമിക്കുള്ള റൂം തുറന്നു കൊടുത്തുകൊണ്ട് കുഞ്ഞോൾ പറഞ്ഞു. എന്താ പേര്? യാമി പെട്ടെന്ന് കുഞ്ഞോളെ നോക്കി ചോദിച്ചു. അയ്യോ, അത് പറഞ്ഞില്ലല്ലോ. എൻ്റെ പേര് അൻവിക. എല്ലാവരും കുഞ്ഞോളെന്ന് വിളിക്കും. അവൾ ഒരു ചെറുചിരിയോടെ പറഞ്ഞു. നന്നേ വാടിയൊരു പുഞ്ചിരിയാണ് എപ്പോഴും ആ അതരങ്ങളിൽ. പഠിക്കാണോ? യാമി കുഞ്ഞൊരു ചിരിയോടെ ചോദിച്ചു. ഏയ് അല്ല, കുഞ്ഞോൾ പെട്ടെന്നൊരു വല്ലായ്മയോട് പറഞ്ഞു. കുഞ്ഞോളുടെ മുഖത്തെ വല്ലായ്മ കാണെ യാമി പിന്നെ ഒന്നും ചോദിച്ചില്ല. യാമി റെസ്റ്റ് എടുക്കൂട്ടോ, കുഞ്ഞോൾ മെല്ലെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. അങ്ങനെ ചോദിച്ചത് അവൾക്കെന്തോ വിഷമമായെന്ന് തോന്നി യാമിക്ക്. കണ്ടാൽ പഠിക്കുകയാണെന്നേ ആരും പറയൂ. അതാ ഒരു കൂട്ടുകാരിയെ പോലെ കണ്ട് പെട്ടെന്ന് അങ്ങ് ചോദിച്ചു പോയത്. വേണ്ടില്ലായിരുന്നു. കുറച്ചു നാളത്തെ രക്ഷയ്ക്ക് വേണ്ടി ഒളിക്കാനൊരിടം തന്നതാണ് ദൈവം. ആർക്കും ദ്രോഹമാകാത്ത വിധം എങ്ങനെയെങ്കിലും കുറച്ചു കാലം ഇവിടെ നിൽക്കണം. ശ്രുതിയെ എങ്ങനെയെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. എത്രയും പെട്ടെന്ന് വിസ റെഡിയാക്കണം. സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും എല്ലാം ഗൗരിയുടെ കയ്യിൽ മുൻപേ ഏൽപ്പിച്ചത് നന്നായി. ഇല്ലെങ്കിൽ ഇപ്പോൾ ആകെ പെട്ടുപോയേനെ. ഹോസ്റ്റലിൽ യാമിയുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിയാണ് ഗൗരി. മുന്നോട്ടുള്ള തൻ്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആലോചനയോടെ യാമി ഇരുന്നു. മാറിയെടുക്കാൻ വസ്ത്രങ്ങളൊന്നും തന്നെയില്ല. ആകെയുള്ളത് ദേവ് തന്ന ഒരു കൂട്ടം ചുരിദാറാണ്. പാവം, ഉള്ളതിൽ ഏറ്റവും നല്ലത് തനിക്കായി തന്നു. ഇതുപോലെ നല്ലതൊന്ന് അവൾക്കിനി ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. ആ വീട്ടിൽ നിമിഷങ്ങൾ പിന്നിടുന്തോറും യാമിക്ക് മനസ്സിലായി, അധികം ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ തീർത്തും ശാന്തമായി ഒരു നിശബ്ദതയിലാണ് ഇവിടെയുള്ളവരുടെ പെരുമാറ്റമെന്ന്. അടുക്കളയിൽ നിന്ന് സരസ്വതി അമ്മയുടെ സംസാരം കേൾക്കാം. അതിനൊപ്പം സുഭദ്രാമ്മയുടെ ചോദ്യമോ മറുപടിയോ, അല്ലെങ്കിൽ അടുക്കളയിലെ മിക്സിയുടെ ശബ്ദം, പാത്രങ്ങളുടെ ശബ്ദം, അങ്ങനെ എന്തെങ്കിലും ശബ്ദം മാത്രം. കുറച്ചു നേരം പുതിയ റൂം ചുറ്റുപാടും എല്ലാം ഒന്ന് നോക്കിക്കൊണ്ടവൾ ബാത്റൂമിൽ കയറി കൈയും മുഖവും എല്ലാം കഴുകി വന്ന് ആ ബെഡിലേക്കിരുന്നു. ഇത്രയും സമാധാനം നിറഞ്ഞൊരു ദിവസം തൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത നാളിലൊന്നും ഉണ്ടായിട്ടില്ല. യാമി മെല്ലെ ആ ബെഡിലേക്ക് കിടന്നു. വീണ്ടും വീണ്ടും ചിന്തകളിൽ മുഴുകിപ്പോകുന്ന മനസ്സിനെ വകവയ്ക്കാതെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. 1.5 മണിക്കൂർ നീണ്ടുനിന്ന ഒരു മയക്കം. വാതിലിൽ ആരോ തട്ടുന്നത് കേട്ട് ഒരു ഞെട്ടലോടെയാണ് യാമി ഉണർന്നത്. തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ തന്നെയാണ് താൻ ഇപ്പോഴും എന്ന് ഓർത്തുപോയി അവൾ. അത്രയും പേടിയോടെയാണ് കണ്ണുകൾ വലിച്ചു തുറന്നത്. പിന്നെ ആ റൂമും ചുറ്റുപാടും എല്ലാം കണ്ടപ്പോൾ ഒരാശ്വാസം.
ആരാ വിളിക്കുന്നത് എന്നറിയാതെ അവൾ വേഗം എഴുന്നേറ്റ് ഡോർ തുറന്നു. ഉറങ്ങുമായിരുന്നല്ലേ? സരസ്വതി അമ്മയുടെ ചിരിയോടെയുള്ള ചോദ്യം. യാമി തെല്ലൊരാശ്വാസത്തോടെ അതേന്ന് തലയാട്ടി. വാ, വിശക്കുന്നില്ലേ? എല്ലാവരുടെയും ഊണ് കഴിപ്പും കഴിഞ്ഞു. സുഭദ്രാമ്മ നിന്നെ വിളിക്കാൻ പറഞ്ഞതായിരുന്നു. ഞാനാ പറഞ്ഞത് യാത്രാക്ഷീണം കാണും, ഉറങ്ങിക്കോട്ടെ എന്ന്. ഒരുപാട് ദിവസത്തെ ഉറക്കമില്ലേ? എനിക്കറിയാം. പിന്നെയും ഞാൻ വിളിച്ചത് നേരം ഇതായില്ലേ? രാവിലെ ആ തിരക്കിലൊന്നും കഴിച്ചില്ലല്ലോ. അതാ. വാ, ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് വന്ന് കിടക്കാം. സരസ്വതി അമ്മ യാമിയുടെ കൈ പിടിച്ച് സ്നേഹത്തോടെ താഴേക്ക് നടന്നു. പകൽ സമയം ഇവിടെ ഇങ്ങനെയാ, ആരും ഉണ്ടാകില്ല. അനുമോനും തീർത്ഥമോളും അമേരിക്കയിലാണ്. തീർത്ഥമോളുടെ കുടുംബം മുഴുവൻ അവിടെയാ. അനുമോൻ എന്ന് പറയുന്നത് സുഭദ്രാമ്മയുടെ മൂത്ത മോനാണ്, അനിരുദ്ധ്. മോൻ്റെ ഭാര്യ തീർത്ത. വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 1 വർഷം ആകുന്നേ ഉള്ളൂ. പിന്നെയുള്ളത് രുദ്രനാ. ഞാൻ പറഞ്ഞില്ലേ, ആ കുരുത്തം കെട്ടവൻ. അതിന് താഴെ അഭിമോൻ, അഭിരുദ്ധ് എന്നാ മുഴുവൻ പേര്. 3 പേരും തമ്മിൽ അങ്ങനെ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല കേട്ടോ. 1.5 വയസ്സിൻ്റെ വ്യത്യാസമെങ്കിലുമേ കാണൂ. ഇവർക്കൊക്കെ താഴെയാ കുഞ്ഞോള്. നമ്മുടെ അനിമോൻ്റെ ഭാര്യയില്ലേ തീർത്ഥമോള്, ആ മോളുടെ ആങ്ങള ചെറുക്കനുണ്ട്, തേജസ്. അവനാ കുഞ്ഞോളെ കെട്ടിയത്. 2 വിവാഹവും ഒരുമിച്ചായിരുന്നു. തീർത്ഥമോളുടെ അച്ഛനും ശേഖരൻ സാറും വർഷങ്ങളായിട്ടുള്ള കൂട്ടുകാരാ. അങ്ങനെയാ ഇങ്ങനെയൊരു കല്യാണം നടന്നത്. പക്ഷേ കുഞ്ഞോളും ആ ചെറുക്കനും തമ്മിൽ ഇപ്പോൾ അത്ര ചേർച്ചയിലല്ല. എന്താ പ്രശ്നമെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. രുദ്രൻ മോൻ്റെ പഠിപ്പൊക്കെ അങ്ങ് അമേരിക്കയിലായിരുന്നു. ശേഖരൻ സാറിൻ്റെ പെങ്ങള് ദേവായനിയുടെ അടുത്ത്. അവിടുന്ന് പഠിപ്പ് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ കൂടെ കുഞ്ഞോളും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ചങ്കൂറ്റം ഇത്തിരി കൂടിയ ചെറുക്കാനാ അത്. പെങ്ങളെ കൈയും പിടിച്ച് വീട്ടിലേക്ക് കയറി വന്ന് സാറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അവൾക്കിനി ആ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, ഇവിടെ ആരും അതിന് നിർബന്ധിക്കാൻ വേണ്ടെന്ന്. അന്ന് അച്ഛനും മോനും പൊരിഞ്ഞ വഴക്കായിരുന്നു. സാറല്ല, സാറിൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞാലും ഒന്നിനും കുലുക്കമില്ലാത്തവനായതുകൊണ്ട് സാർ അന്നേ തന്നെ അടങ്ങി. പിന്നെ എന്താണോ എന്തോ അച്ഛനും മോനും തമ്മിൽ വഴക്ക് കൂടിയപ്പോൾ കുഞ്ഞോൾ തന്നെ സാറിനോട് നേരിട്ട് പറഞ്ഞു അവൾക്ക് ആ ബന്ധം വേണ്ടെന്ന്. അതല്ലെങ്കിലും സുഭദ്രാമ്മയെ പോലെ രുദ്രന് വലിയ കാര്യമാണ് കുഞ്ഞോൾക്ക്. പടികൾ ഇറങ്ങി താഴോട്ട് നടക്കി സരസ്വതിയമ്മ യാമിക്ക് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. കുഞ്ഞോടെ വിവാഹം കഴിഞ്ഞ് ഇങ്ങനെ ഒരു വേർപിരിയലിൻ്റെ വക്കത്ത് നിൽക്കുകയാണെന്ന് യാമിയെ ശരിക്കും ഞെട്ടിച്ചു. അവരൊക്കെ എവിടെ? അടുക്കളയിലേക്ക് കയറിയ യാമി അവിടെ എങ്ങും ആരെയും കാണാത്തത് കാണി ചോദിച്ചു. ഊണ് കഴിഞ്ഞാൽ പിന്നെ ഒരു മയക്കം ഇവിടെ പതിവാ. ആ മയക്കത്തിന് മുടക്കം വരണമെങ്കിൽ സാറും ആൺമക്കളും എല്ലാം ഇവിടെ വേണം. നീരിക്ക്, എന്നിട്ട് വയറ് നിറച്ചെന്തെങ്കിലും കഴിക്ക്. ഒരു പ്ലേറ്റിൽ വിഭവസമൃദ്ധമായ ഊണ് വിളമ്പി യാമിക്ക് മുന്നിൽ വെച്ചുകൊണ്ട് സരസ്വതിയമ്മ പറഞ്ഞു. അമ്മ കഴിച്ചോ? യാമി സ്നേഹത്തോടെ ചോദിച്ചു. ഇല്ല, നീ വന്നിട്ടിരിക്കാന്ന് കരുതി. ഇപ്പോൾ വരാം. സരസ്വതിയമ്മ തെളിഞ്ഞൊരു ചിരിയോടെ യാമയെ നോക്കി പറഞ്ഞു. അവളുടെ അമ്മ എന്ന വിളി ആ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. വൈകിട്ടൊരു 7 മണി വരെ ഈ അനക്കമില്ലായ്കയുള്ളൂ കേട്ടോ. അപ്പോഴേക്കും സാറും അഭിമോനും അജയ്മോനും ഒക്കെ ഇങ്ങ് വരും. ആ, അജയ്മോനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. സുഭദ്രാമ്മയുടെ അനിയത്തിയുടെ മോന അജയ്. അവരൊക്കെ അങ്ങ് ദുബായിലാ. അജയ്മോൻ പക്ഷേ കുറേ ആയി ഇവിടെ തന്നെയാ. അഭിമോൻ്റെ നിഴല് പോലെയാ, എപ്പോഴും കൂടെ കാണും. ഒരു പ്ലേറ്റിൽ തനിക്കുള്ള ചോറ് കൂടി എടുത്തു വന്ന് യാമിക്കരികിൽ ഇരുന്നു കൊണ്ട് സരസ്വതിയമ്മ പറഞ്ഞു. പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളായിരുന്നു ആ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് സരസ്വതിയമ്മയ്ക്ക്. എല്ലാ കഥയും കേട്ടുകൊണ്ട് യാമി കൂടെ തന്നെ ഇരുന്നു. ഊണ് കഴിപ്പ് കഴിഞ്ഞിട്ടും അവരുടെ സംസാരം തീർന്നു. വൈകിട്ടത്തേക്കുള്ള പലഹാരം ഉണ്ടാക്കുമ്പോഴും എല്ലാവർക്കുമുള്ള കാപ്പി ഉണ്ടാക്കി ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെക്കുമ്പോഴും സരസ്വതിയമ്മ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത്രയും നേരം കൊണ്ടുള്ള സംസാരത്തിൽ നിന്നും യാമിക്ക് മനസ്സിലായി സരസ്വതിയമ്മയ്ക്ക് ഈ വീടും വീട്ടുകാരും സ്വന്തം പോലെയാണെന്ന്. ഇവിടെ എല്ലാവരും സരസ്വതിയമ്മയ്ക്ക് പ്രിയപ്പെട്ടതാണ്, ഒരാളൊഴികെ, രുദ്രൻ. അതെന്തുകൊണ്ടാണെന്ന് രാവിലത്തെ ഫോൺ സംഭാഷണത്തിൽ നിന്ന് തന്നെ ഏറെക്കുറെ വ്യക്തം. സമയം വൈകിട്ട് 6 മണി കഴിഞ്ഞതും വീട്ടുമുറ്റത്തേക്ക് ഒരു കാറ് വന്നു നിന്ന ശബ്ദം കേട്ടു. ആ, എല്ലാവരും വന്നു. മോളിൽ ചെന്ന് ആ പലഹാരമൊക്കെ 2 പ്ലേറ്റിലേക്ക് എടുത്തേ. സുഭദ്രാമ്മ ഇപ്പോൾ വരും. സരസ്വതി അമ്മ യാമിയെ നോക്കി സ്വല്പം ധൃതിയോടെ പറഞ്ഞതും സുഭദ്രാമ്മ അടുക്കളയിലേക്ക് വന്നിരുന്നു. യാമി വേഗം ചെന്ന് 2 പ്ലേറ്റിലേക്ക് പലഹാരങ്ങൾ എടുത്തു വെച്ചു. ശിവയ്ക്കുള്ളത് മാറ്റി വെച്ചില്ലേ സരസ്വതി? യാമി ചെയ്യുന്ന ജോലി ശ്രദ്ധിച്ചുകൊണ്ട് സുഭദ്രാമ്മ സരസ്വതിയോട് ചോദിച്ചു. അത് പിന്നെ ഞാൻ എടുത്തു വെക്കില്ലേ സുഭദ്രാമേ, ദേ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. സരസ്വതിയമ്മ ചിരിയോടെ പറഞ്ഞു. കുട്ടിയെ കൊണ്ട് വലിയ ജോലിയൊന്നും എടുപ്പിക്കേണ്ട കേട്ടോ സരസ്വതി. എല്ലാവർക്കുമുള്ള കോഫിയുമായി ഹാളിലേക്ക് നടക്കി സുഭദ്രാമ്മ പറഞ്ഞു. ഏയ് ഇല്ലെന്നേ,
മോള് വെറുതെ എനിക്ക് കൂട്ടു നിന്നതാ, സരസ്വതി അമ്മ പെട്ടെന്ന് പറഞ്ഞു. ആ കുട്ടി എന്തേ? കോഫിയുമായി വന്ന് സുഭദ്രാമ്മയെ നോക്കി സോഫയിൽ ചാരിയിരുന്ന ശേഖരൻ തിരക്കി. ഇവിടെയുണ്ട്. സുഭദ്ര കുഞ്ഞോളെ ഒന്ന് നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞതും കുഞ്ഞോൾ അടുക്കളയിലേക്ക് നടന്നിരുന്നു. യാമയെ അച്ഛൻ വിളിക്കുന്നുണ്ട്. അടുക്കളയിലേക്ക് വന്ന കുഞ്ഞോള് യാമയെ നോക്കി ചിരിയോടെ പറഞ്ഞു. ചെല്ല്. സരസ്വതിയമ്മ യാമയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. യാമ മെല്ലെ ഹാളിലേക്ക് ചെന്നു. ഹാളിൽ സോഫയിൽ രാജശേഖരനൊപ്പം മറ്റ് 2 ചെറുപ്പക്കാർ കൂടെ ഇരിക്കുന്നുണ്ട്. അവരുടെ നോട്ടം യാമയാണ്. അവൾ എല്ലാവരെയും നോക്കി വല്ലായ്മയിലൊന്ന് ചിരിച്ചു. ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ശേഖരൻ യാമയെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. ഇല്ല, യാമി പെട്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. സുഭദ്രാമ്മ എടുത്തു കൊടുത്ത കോഫി ചുണ്ടോട് ചേർത്തുകൊണ്ട് അയാൾ പറഞ്ഞു. യാമി വല്ലാത്തൊരു സമാധാനത്തോടെ തലയാട്ടി. ഇതാരാ അച്ഛ? യാമിയെ നോക്കി നിന്ന അബി അച്ഛനെ ചോദ്യത്തോടെ നോക്കി. ഒരു സുഹൃത്തിൻ്റെ മോളാണ് അബി. കുറച്ച് ദിവസം നമുക്കൊപ്പം ഉണ്ടാവും. ഗൗരവമുള്ള ശേഖരൻ്റെ മുഖത്ത് അവനോട് സംസാരിക്കുമ്പോൾ ചെറിയ പുഞ്ചിരി വിരിഞ്ഞത് യാമി ശ്രദ്ധിച്ചു. എന്ത് പറ്റി? ഇവിടെ എവിടെയെങ്കിലും പഠിക്കാൻ വന്നതാണോ? യാമിയെ നോക്കി അബി വീണ്ടും ചോദിച്ചു. ഏയ് അല്ല മോനെ, കുറച്ച് കുടുംബ പ്രശ്നം, അതാ. ശേഖരൻ തന്നെ അവനോട് സ്നേഹത്തോടെ മറുപടി പറഞ്ഞു. ഓ, ഓക്കെ ഓക്കെ, അബി യാമിയെ നോക്കി ചിരിയോടെ പറഞ്ഞു. യാമിയുടെ കണ്ണുകൾ ആ 2 ചെറുപ്പക്കാരെയും ശ്രദ്ധിക്കാതിരുന്നില്ല. സംസാരവും പെരുമാറ്റവും എല്ലാം സ്മാർട്ടാണ്. ചിരിയും സംസാരവും ഒക്കെ കാണെ അവർക്കൊരു ഫ്രണ്ട്ലി മൈൻഡാണെന്ന് തോന്നി അവൾക്ക്. സരസ്വതിയമ്മ പറഞ്ഞതുപോലെ ആ വീട്ടിലെ അത്രയും നേരത്തെ നിശബ്ദത അവസാനിച്ചിരിക്കുന്നു. അച്ഛനും മക്കളും അമ്മയും ഓരോ വിശേഷം പറച്ചിലിലാണ്. അബിയുടെ അരികിൽ അവൻ്റെ തോളിൽ ചാഞ്ഞിരിക്കുന്ന കുഞ്ഞോളെ നോക്കി യാമി കുറച്ചുനേരം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നെങ്കിലും അവർ അവരുടെ കുടുംബ നിമിഷങ്ങളിൽ മുഴുകിയത് കാണെ അവൾ മെല്ലെ അടുക്കളയിലേക്ക് നടന്നു. നിനക്കൊരു കൂട്ടായല്ലോ ഇപ്പോൾ. യാമി അറിയാതെ യാമയെ ശ്രദ്ധിച്ചു നിന്ന അബി അവൾ അടുക്കളയിലേക്ക് പോയത് കാണെ കുഞ്ഞോളോട് രഹസ്യമായി പറഞ്ഞു. കാണാൻ കൊള്ളാം അല്ലേടാ? അവർക്ക് അരികിലേക്ക് ചേർന്നിരുന്ന അജയ് അതിലും സ്വകാര്യമായി പറഞ്ഞു. യെസ്, എനിക്കിഷ്ടമായി. അബി കുഞ്ഞോളെ നോക്കി ഒരു കണ്ണിറുക്കി തമാശ ഭാവത്തിൽ പറഞ്ഞു. എന്നാൽ അച്ഛനോട് പറഞ്ഞ് അവളെ അങ്ങ് കെട്ടിക്കോ. കുഞ്ഞോളതെ തമാശ രൂപേണ അവനെ നോക്കി പറഞ്ഞു. ഏയ്, കല്യാണം നമുക്ക് കുറച്ചുകൂടെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതല്ലേ? നോക്കട്ടെ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. സ്വഭാവം പെരുമാറ്റമൊക്കെ നമുക്ക് പറ്റിയതാണോ എന്നൊക്കെ നോക്കിയിട്ട്. അങ്ങനെയാണെങ്കിൽ കെട്ടിക്കളയാം. അബി അടുക്കളയിലേക്ക് നോക്കി തമാശയായി തന്നെ പറഞ്ഞു. അത് കേട്ടോളൂ കുഞ്ഞോയും അജയും ശബ്ദമില്ലാതെ ചിരിക്കുന്നുണ്ട്. രുദ്രൻ എവിടെ? പെട്ടെന്ന് വന്ന രാജശേഖരൻ്റെ ചോദ്യത്തിൽ സ്വകാര്യമായി സംസാരിച്ചിരുന്ന 3 പേരും ഒരുപോലെ മുഖമുയർത്തി രാജശേഖരനെ നോക്കി. വന്നിട്ടില്ല. സുഭദ്രാമ്മ തെല്ലൊരു വല്ലായ്മ നിറഞ്ഞ ഭാവത്തിൽ പറഞ്ഞു. വരില്ല. ഞാനുറങ്ങിയിട്ട് വേണ്ടേ അവന് വീട്ടിൽ കയറാൻ, അല്ലേ? ശേഖരൻ തെല്ല് ദേഷ്യത്തോടെ സുഭദ്രയെ നോക്കി. അബിയും കുഞ്ഞോളും അജയും അമ്മേനെ നോക്കി നിശബ്ദമായി. ആനി എന്നാ വരുന്നത്? വിളിച്ചില്ലേ? ശേഖരൻ മെല്ലെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അനിയേട്ടൻ നാളെ കഴിഞ്ഞ് വരും അച്ഛാ. എന്നെ വിളിച്ചിരുന്നു, അബി പെട്ടെന്ന് പറഞ്ഞു. എയർപോർട്ടിലേക്ക് നീ പോകുന്നില്ലേ? ശേഖരൻ അബിയെ നോക്കി ചോദിച്ചു. അത് ഞാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്, അബി ചിരിയോടെ പറഞ്ഞു. അയാളൊന്ന് മൂളിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. അമ്മയ്ക്കൊന്ന് ശിവയോട് പറഞ്ഞൂടെ? ഇനിയും എത്ര നാളാ അവനിങ്ങനെ? അച്ഛൻ റൂമിലേക്ക് കയറിയതും അബി അമ്മയെ നോക്കി ഇത്തിരി ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ പറയാഞ്ഞിട്ടാണ് അബി. നിന്റെ അച്ഛൻ്റെയും അവൻ്റെയും സ്വഭാവം നിനക്കും അറിയില്ലേ? രണ്ടാളുടെയും നടുക്ക് നിന്ന് ഞാനാ വീർപ്പ് മുട്ടുന്നത്. എത്രയെന്ന് വെച്ചാൽ ഞാൻ പറയുന്നേ. അല്ലെങ്കിലും അവൻ എന്ത് പറഞ്ഞാലും അത് എതിർത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്റെ അച്ഛനൊരു സമാധാനം കിട്ടില്ല. പിന്നെ ഇങ്ങനെയല്ലാതെ എങ്ങനെ ആവാനാ? സുഭദ്രാമ്മ അബിയെ നോക്കി മുഖം വീർപ്പിച്ചു കൊണ്ട് പറഞ്ഞു. ഇന്നലെ ഷാപ്പിൽ വെച്ച് നല്ല തല്ലുണ്ടായിട്ടുണ്ട്. ആ പ്രകാശനിപ്പോൾ ഹോസ്പിറ്റലിലാണെന്നാണ് കേട്ടത്. തൻ്റെ കഴുത്തിലെ ടൈ അയച്ചുകൊണ്ട് അജയ് പറഞ്ഞു. ശിവയാണോ അജു? സുഭദ്രാമ്മ നെഞ്ചിടിപ്പോടെ അച്ചുവിനെ നോക്കി ചോദിച്ചു. പിന്നല്ലാതെ, ശിവ മാത്രമല്ല, കൂട്ടിന് സച്ചുവുമുണ്ട്. വല്യച്ഛൻ വരുമെന്ന് കേട്ടപ്പോൾ രണ്ടും കിട്ടിയ വഴി ഓടിയെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. അജു അവൻ്റെ റൂമിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ആദ്യം ആ സച്ചുവുമായിട്ടുള്ള കൂട്ട് കളയും പറ അമ്മ അവനോട്, എന്നാലേ അവൻ നന്നാവൂ. അബി ഒരു ഈർഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് അവൻ്റെ റൂമിലേക്ക് നടന്നു. സച്ചുവിൻ്റെ പേര് വന്നതും കുഞ്ഞോടെ കണ്ണുകൾ അവരെയൊന്നും നോക്കാതാവാതെ താഴ്ന്നു. രാത്രി എല്ലാവർക്കുമുള്ള ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ സരസ്വതി അമ്മയ്ക്ക് സഹായിയായി യാമി ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അവർക്കൊപ്പം ഇരുന്ന് കഴിക്കാൻ സുഭദ്രാമ്മ യാമയോട് പറഞ്ഞു എങ്കിലും അവൾ സരസ്വതി അമ്മയ്ക്കൊപ്പം ഇരുന്നോളാം എന്ന് പറഞ്ഞു. ആ, ഇത്ര പെട്ടെന്ന് സരസ്വതി അമ്മ പുതിയ ആളെ കയ്യിലെടുത്തോ?
യാമിയുടെ മറുപടി കേൾക്കെ അബി ഒരു ചിരിയോടെ ചോദിച്ചു. എല്ലാവരും ഒരു ചിരിയോടെ ആ ചോദ്യത്തെ കണ്ടു. അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചുള്ള ഭക്ഷണം കഴിപ്പും സംസാരവുമൊക്കെ സരസ്വതി അമ്മയ്ക്കൊപ്പം യാമി നോക്കി നിന്നു. തനിക്ക് ഈ ജന്മം കിട്ടാതെ പോയ നിമിഷങ്ങളാണിതൊക്കെ എന്നവൾ ഒരു വേദനയോടെ ഓർത്തു. എല്ലാവരും പരസ്പരം ചെയ്യും സംസാരവും ഒക്കെയുണ്ട്. പിന്നെയും കുറച്ച് മൗനം കുഞ്ഞോളാണ്. അത് അവൾക്ക് അടുത്തിരുന്ന അബി എന്തൊക്കെയോ സരസമായി ചോദിച്ചും പറഞ്ഞും ഇല്ലാതാക്കാൻ നോക്കുന്നത് യാമി പ്രത്യേകം ശ്രദ്ധിച്ചു. രാത്രി 11 മണിയോടെ ആ വീട്ടിലെല്ലാവരും അവരവരുടെ റൂമിലേക്ക് കയറി വാതിലടച്ചു. ആ പാത്രം കൂടി കഴുകി വെച്ചേക്കാം, ഇല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ അതൊരു വൃത്തികേടാ. നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്നോ കേട്ടോ. പാത്രങ്ങൾ കഴുകി വയ്ക്കുന്നതിനിടെ സരസ്വതിയമ്മ യാമിയോട് പറഞ്ഞു. വേണ്ട, ഞാൻ പകലിത്തിരി ഉറങ്ങിയില്ലേ, ഇപ്പോൾ ഉറക്കൊന്നും വരുന്നില്ല. യാമി ചിരിയോട് പറഞ്ഞു. ഞാനെന്നും ഈ നേരാവും കിടക്കാം, ചിലപ്പോൾ ഇതിലും വൈകും, സരസ്വതിയമ്മ പറഞ്ഞു. അതെന്താ? യാമി സംശയത്തോടെ ചോദിച്ചു. വീട്ടിലുള്ളവരെല്ലാം കിടന്നാലല്ലേ എനിക്ക് കിടക്കാനൊക്കോ. ആ ചെറുക്കൻ, അയ്യോ, ആ രാവിലത്തേക്കുള്ള പച്ചരി കുതിർത്തിയിടാൻ മറന്നുപോയി. നിൽക്ക്, അതൊന്നിട്ടിട്ട് ഇപ്പോൾ വരാം. എന്തോ പറയാൻ വന്ന സരസ്വതിയമ്മ പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ സ്റ്റോർ റൂമിലേക്ക് നടന്നു. യാമി ഒരു ചിരിയോടെ അവരെ നോക്കി അടുക്കളയിലേക്കുള്ള ഒരു നീളം വരാന്തയിലൂടെ കുറച്ചുള്ളിലേക്ക് പോകണം, സ്റ്റോർ റൂമിലേക്ക്. അവിടെയാണ് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉള്ളത്. ഇനിയും കഴുകി തീരാത്ത പാത്രങ്ങൾ കാണെ യാമി അത് കഴുകി വെക്കാമെന്ന് കരുതി. അങ്ങോട്ടേക്ക് നടന്നപ്പോഴാണ് അടുക്കള വാതിലിൽ ആരോ തട്ടുന്നത് കേട്ടത്. അധികം ഉച്ചത്തിലല്ലാതെയാണ് തട്ടുന്നത്. യാമിക്ക് ചെറുതായി പേടി തോന്നി. പേടിയോടെ അവൾ സരസ്വതിയമ്മ പോയ സ്റ്റോർ റൂമിലേക്കൊന്ന് നോക്കി. വാതിലിൽ വീണ്ടും വീണ്ടും നിൽക്കാതെ തട്ടുന്നു. തുറക്കണോ വേണ്ടേ എന്നൊരു സംശയത്തോടെ യാമി മെല്ലെ വാതിലിനരികിലേക്ക് നടന്നു. നിർത്താതെയുള്ള മുട്ടൽ വീണ്ടും വീണ്ടും കേട്ടു. ഹാളിലും മറ്റും തെളിഞ്ഞു കത്തുന്ന വെളിച്ചവും സ്റ്റോർ റൂമിൽ സരസ്വതിയമ്മ ഉണ്ടല്ലോ എന്നൊരു ധൈര്യത്തോടെയും യാമി മെല്ലെ ഒരൽപ്പം മാത്രം അടുക്കളവാതിൽ തുറന്നതു തൊട്ടു മുന്നിൽ നിൽക്കുന്ന പുരുഷരൂപം യാമിയുടെ നെഞ്ചൊന്ന് ആളിപ്പോയി. മിഴിഞ്ഞ കണ്ണുകളോടെ നെഞ്ചിടിപ്പോടെ അവൾ മുന്നിൽ നിൽക്കുന്നയാളെ നോക്കി. ആരാ? തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നവനെ നോക്കി യാമി പേടിയോടെ ചോദിച്ചു. തൻ്റെ വീട്ടിൽ താനറിയാത്ത ഈ പുതിയ മുഖം ഏതാണെന്നൊരു സംശയത്തിലാണ് ശിവ. അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കി. ഇന്നേ വരെ താൻ ഇവളെ കണ്ടിട്ടില്ലല്ലോ. അവൻ സംശയത്തോടെ നോക്കി. തന്നെ മിഴിച്ചു നോക്കുന്ന അവളുടെ മാമിഴിയും അല്പം ചെമ്പൻ നിറത്തിലുള്ള പുരികക്കൊടിയും ഇളം റോസ് നിറത്തിലുള്ള അതരങ്ങളും. ഇവളേതാ ഈശ്വര എന്നുള്ള ചോദ്യത്തോടെ അവൻ യാമിക്ക് മുന്നിൽ മറുപടി ഇല്ലാതെ നിന്നു. മുന്നിൽ നിൽക്കുന്നവന് ചെവി കേൾക്കില്ലേ എന്നൊരു ഭാവമായിരുന്നു യാമിക്ക്. തിങ്ങി നിറഞ്ഞ താടിയും ചുരുളം മുടിയും അല്പം നീണ്ട മൂക്കും നല്ല തണ്ടും തടിയുള്ള ഒരുത്തൻ. അല്ല, രുദ്രമോൻ വാ. യാമിയുടെ പിന്നിൽ നിന്നും സരസ്വതിയമ്മ അല്പം ഉറക്കെ ചോദിച്ചു തുടങ്ങിയതും ശിവ യാമിയെ മുന്നിൽ നിന്ന് തള്ളി മാറ്റി പൊടുന്നതിനെ അകത്തേക്ക് കയറി സരസ്വതിയമ്മയുടെ വാ പൊത്തിപ്പിടിച്ചു. യാമി ആകെ പേടിച്ചു. കള്ളനോ മറ്റോ ആണെന്ന് കരുതി അവൾ ഉറക്കെ ഉച്ച വെച്ചു പോയി. ഒട്ടും പ്രതീക്ഷിക്കാതെ ആ വീട്ടിൽ ഉയർന്നു കേട്ട യാമിയുടെ ശബ്ദത്തിൽ ശിവ കണ്ണുകൾ ഇറുക്കെ അടച്ചുപോയി. രാജശേഖരൻ്റെ റൂമിൻ്റെ വാതിൽ തുറക്കുന്നത് കൂടെ കണ്ടപ്പോൾ എല്ലാം തികഞ്ഞെന്നൊരു ഭാവത്തിൽ അവൻ യാമിയെ നോക്കി ദഹിപ്പിച്ചു.